പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, കേരളത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ നെഞ്ചിടിപ്പേറ്റിയ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 3.5 പതിറ്റാണ്ടിനിടയിലെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അന്തിമ കണക്കനുസരിച്ച് 78.2% വോട്ടർമാർ വോട്ട് കുത്തിയിട്ടുണ്ട്. ഇത് ഇന്ന് ഒരു പക്ഷേ മാറും. കാരണം ഇതിൽ ഇനി ഹോം വോട്ട്, അതേപോലെ തന്നെ പോസ്റ്റൽ വോട്ട്, ഇതെല്ലാം കൂടിയും കൂട്ടിച്ചേർത്ത് ഒരു അന്തിമ കണക്ക് ഇപ്പോൾ രാവിലെ ഒരു 10:30-11 മണിയോടുകൂടി വരുമായിരിക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുമായിരിക്കും. നിലവിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലും ഏറ്റവും കുറവ് പോളിംഗ് ഉള്ളത് പത്തനംതിട്ട ജില്ലയിലുമാണ്. ആവേശ പോളിംഗ് ആർക്ക് അനുകൂലമാകുമെന്ന കണക്ക് കൂട്ടലിലാണ് രാഷ്ട്രീയ കേരളം. ഭരണമാറ്റത്തിന്റെ സൂചനയാണ് ഈ ഉയർന്ന പോളിംഗ് എന്നാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. അതേപോലെ അടുത്തട്ടിൽ വോട്ടൊഴുക്ക് എന്നാണ് LDFന്റെ കണക്ക് കൂട്ടൽ. ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടുയർന്നത് അനുകൂലമാണ് എന്ന പ്രതീക്ഷ BJPക്കുമുണ്ട്. നമുക്ക് മേഖലകൾ തിരിച്ചുള്ള ഒരു അനാലിസിസിലേക്ക് പോകാം. കാരണം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളവും മൂന്നുമാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ മൂന്നിടങ്ങളിലെയും പൊതു സാഹചര്യമാണ് ഈ മണിക്കൂർ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അനുരു അശോകൻ, കൊച്ചിയിൽ നിന്ന് സൈഫുനിസാലിയാർ, കോഴിക്കോട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി നമുക്കിപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം അനുരുവിലേക്കാണ്. അനുരു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ഈ തെക്കൻ കേരളത്തിലെ പോളിംഗ് ശതമാനം ഉയർന്നതാണ്. കാരണം കഴിഞ്ഞ തവണ പോളിംഗ് കുറഞ്ഞിടത്തൊക്കെയും ഇത്തവണ വമ്പൻ പോളിംഗ് ആയിരുന്നു. ഈ തെക്കൻ ജില്ലകളിലെല്ലാം കൂടി ചേർത്ത് ആകെ ഇപ്പോൾ UDFന് പറയാനാണെങ്കിൽ 3 സീറ്റേ ഉള്ളൂ. പക്ഷേ ഇത്തവണ അതങ്ങനെയല്ല. ആ ഒരു ചിത്രം മാറും. തിരുവനന്തപുരത്ത് തന്നെ ഒരു 5-6 സീറ്റ് കിട്ടുമെന്നൊരു പ്രതീക്ഷ UDFനുണ്ട്. ഒപ്പം തന്നെ ഈ BJPയും വോട്ട് ഉയർന്നത് വളരെ അനുകൂലമാകുമെന്നൊരു പ്രതീക്ഷ BJPക്കുണ്ട്. ഒപ്പം ഇടതു മുന്നണിക്കും. ഇപ്പോൾ തെക്കൻ കേരളത്തിലെ ഈ പൊതുവേ ഉള്ളൊരു ചിത്രം എങ്ങനെയാണ്? പത്തനംതിട്ടയിൽ നമ്മൾ ഏറ്റവും കുറവ് പോളിംഗ് എന്ന് രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോഴും 2021 അപേക്ഷിച്ച് 2026 കണക്കുകൾ നോക്കുമ്പോൾ അതിൽ 3-4% വർധനവ് കൂടി ഉണ്ടല്ലോ. അപ്പം ഈ ഒരു ട്രെൻഡ് കാണിക്കുന്നത് എന്താണ് അനുരു? ഗുഡ് മോർണിംഗ് സേതു. 3 ജില്ലകൾ, 30 നിയോജക മണ്ഡലങ്ങൾ, 40 ലക്ഷത്തോളം വോട്ടർമാർ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ടയിലെ ഈ 40 ലക്ഷത്തോളം വോട്ടർമാർ കഴിഞ്ഞ ദിവസം എന്ത് ചിന്തിച്ചു, എങ്ങനെ ചിന്തിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മെയ് 4-ന് കേരളത്തിൽ ഒരു പുതിയൊരു സർക്കാർ രൂപീകൃതമാകുക. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 30 നിയോജക മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്ത് 14, കൊല്ലത്ത് 11, പത്തനംതിട്ടയിലെ 5 ഈ 30 നിയോജക മണ്ഡലങ്ങളിൽ 27 കൈക്കലാക്കിയത് LDF തന്നെയായിരുന്നു. കേവലം 3 സീറ്റുകൾ മാത്രമാണ് അന്ന് കോൺഗ്രസിന് സ്വന്തമാക്കിയത്. അതിൽ കോവളം, തിരുവനന്തപുരത്തെ കോവളം, കൊല്ലത്തെ കരുനാഗപ്പള്ളി, കുണ്ടറ എന്നീ 3 എണ്ണം. പത്തനംതിട്ടയിൽ അവർക്ക് യാതൊരു സീറ്റും ലഭിച്ചിട്ടുമില്ല. അപ്പോൾ മെജോറിറ്റി 27 സീറ്റുകൾ അന്ന് ഒരു സർക്കാർ രൂപീകരിക്കുന്നതിന് CPM അല്ലെങ്കിൽ LDFന് ഒരു വലിയ സഹായമായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ പോളിംഗ് ശതമാനം ഉയർന്നത് UDFനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. അവർ പ്രതീക്ഷയിലാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും അടക്കം വൻതോതിൽ അവർ ഈ കഴിഞ്ഞ തവണത്തേക്കാളും മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷകളാണ് UDF ക്യാമ്പ് നമുക്കൊപ്പം പങ്കുവയ്ക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തും മെജോറിറ്റി സീറ്റുകളിൽ അവർ വിജയിക്കുകയും പത്തനംതിട്ട തൂത്തുവാരുമെന്നാണ് അദ്ദേഹം ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. അത്തരത്തിൽ പോളിംഗ് ശതമാനം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ 2021 71.79% ഇന്നലെ അവസാന സമയം വരെ ഒരു 8 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 77.05 എത്തിയിട്ടുണ്ട്. കൊല്ലത്ത് 74.99% 2021. അതിപ്പോൾ 76.29 എത്തിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ 69.43 ആയിരുന്നത് 70.76% എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പോളിംഗ് ഉയർന്നത് ഭരണവിരുദ്ധ വികാരം എന്നുള്ള നിലയിലാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ CPMനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു ന്യായീകരണമില്ല. ഈ പറയുന്ന പോളിംഗ് ശതമാനം വലിയ തോതിൽ വർദ്ധിച്ചിട്ടില്ല എന്നും 2021 സമാന അവസ്ഥ തന്നെയാണ്. 1-2% കൂടുന്നതിനപ്പുറം അത്തരത്തിലൊരു വലിയ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിൽ വർധനവ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. കാരണം അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ SIR നടപ്പിലാക്കിയതോടുകൂടി നിർജീവമായ വോട്ടുകൾ പട്ടികയിൽ നിന്ന് പോയതാണ് ഇത്തരത്തിലുള്ളൊരു വലിയ രീതിയിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു എന്നുള്ളത് പെരുപ്പിച്ച് കാണിക്കാൻ കാരണമെന്നാണ് അവർ പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് CPM കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ LDF കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന 4 മണ്ഡലങ്ങളാണ്. നമ്മൾ ആ 4 മണ്ഡലങ്ങൾ പറയുമ്പോൾ തിരുവനന്തപുരം, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവാണ്. ഈ 4 മണ്ഡലത്തിൽ 2021 തിരുവനന്തപുരം സെൻട്രൽ 2021 ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലാണ്. 62.99% 2021 തിരുവനന്തപുരം സെൻട്രൽ വോട്ട് രേഖപ്പെടുത്തിയത്. എന്നാൽ ഇന്നലത്തെ കണക്കുകൾ വരുമ്പോൾ അവിടുത്തെ തിരുവനന്തപുരം സെൻട്രലിലെ പോളിംഗ് ശതമാനം 74.89%, അതായത് 12% വോട്ടിംഗ് പോളിംഗ് ശതമാനം അവിടെ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ LDF കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്
SIR നടപ്പിലാക്കിയതോടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാർ കുറഞ്ഞ മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. ഏകദേശം 45,039 വോട്ടർമാരാണ് പട്ടികയിൽ നിന്ന് പുറത്തുപോയത്. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന 12% ഒരു വർധനവ് ഉണ്ടാകുമെന്നുള്ളതാണ്. പിന്നെ ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്ന ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന നേമത്താണ്. നേമത്ത് 2021 പോളിംഗ് ശതമാനം 71.33% ഇന്നലത്തെ കണക്കുകൾ വരുമ്പോൾ 80.62 എത്തിയിട്ടുണ്ട്. അപ്പോൾ SIRൽ നിന്ന് പോയത് എത്രയെന്ന് CPM ചൂണ്ടിക്കാണിക്കുന്ന 35,540 പേർ ഈ പറയുന്ന നേമത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് BJP കണ്ണുവയ്ക്കുന്ന അവരുടെ A ക്ലാസ് മണ്ഡലമായ കഴക്കൂട്ടത്തും. BJP ഈ പറയുന്ന അവരുടെ മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു, അല്ലെങ്കിൽ അത് BJPക്ക് അനുകൂലമായി തീരുമെന്ന് പറയുമ്പോഴും കഴക്കൂട്ടത്ത് 2021 71.03% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയെങ്കിൽ ഇന്ന് 2026 എത്തുമ്പോഴേക്കും അത് 78.67 എത്തുന്നു. എന്നാൽ കഴക്കൂട്ടത്ത് SIR പ്രകാരം പട്ടികയിൽ നിന്ന് പുറത്തായത് ഏകദേശം 30,191. വട്ടിയൂർക്കാവിലും ഇതേ സമാന സാഹചര്യമാണ്. 66% 2021 76.92% 2026 പോളിംഗ് ശതമാനം വർദ്ധിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ തെക്കൻ കേരളത്തിൽ എല്ലായിടങ്ങളിലും ഈ പറഞ്ഞ പോലെ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. ഈ ഉയർന്ന പോളിംഗ് ശതമാനം എന്തിനാണ് അത് ആർക്കാണ് ഗുണകരമാകുക എന്നതിലാണ് ചർച്ച നടക്കുന്നത്. ഏത് മുന്നണിക്ക് ഗുണകരമാകും? ഇപ്പം തെക്കൻ കേരളത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാം കൂടെ ചേർത്ത് ആകെ 3 സീറ്റ് UDFനുള്ളൂ. അത് ഇത്തവണ മാറുമോ ഇല്ലയോ എന്നുള്ളത് മാറുമെന്നാണ് UDF കേന്ദ്രങ്ങൾ പറഞ്ഞത്. നമുക്കിനി കാത്തിരുന്നറിയണം. മെയ് 4 പെട്ടി പൊട്ടിക്കുമ്പോഴായിരിക്കും ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് ഈ ഭാഗ്യം തുണച്ചിരിക്കുന്നതെന്ന് പറയാൻ കഴിയുകയുള്ളൂ. നമുക്കിനി